പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള യാത്രകൾ ചെയ്യുന്ന ആളുകളാണല്ലോ നമുക്കിടയിലുള്ളത്. രാജ്യത്തിനകത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്, രാജ്യത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നവർ, അതേപോലെ കടലിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, മരുഭൂമിയിൽ, മലമുകളിൽ. യാത്രകൾ വ്യത്യസ്തമായിരിക്കും. യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിട്ട് യാത്ര ചെയ്ത് കുറേ കാലം നമ്മളെ ആകാംക്ഷയുടെ ഒരു മുൾമുനയിലും ഭീതിയുടെ ഒരു മുൾമുനയിലൊക്കെ നിർത്തിയിട്ടുള്ള യാത്രികരുണ്ടല്ലോ. സുനിത വില്യംസ് ചെറിയ എല്ലാ സുഹൃത്തുക്കളും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. ന്യൂ മെക്സിക്കോയിൽ 2024 സെപ്റ്റംബർ 6 ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ തിരിച്ചെത്തിയത് യാത്രക്കാർ ആരും തന്നെ ഇല്ലാതെയായിരുന്നു. തിരിച്ചു വരേണ്ട 2 പേരാണെങ്കിൽ ബഹിരാകാശ നിലയത്തിലും. മനുഷ്യരെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിക്കുന്ന സ്റ്റാർലൈനറിന്റെ ആദ്യ പരീക്ഷണമായിരുന്നു. ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അമേരിക്കക്കാരനായ ബുച്ച് വിൽമോറും 2024 ജൂൺ 5 ഭൂമിയിൽ നിന്നും പുറപ്പെട്ടത്. 7-ാം തീയതി ബഹിരാകാശ നിലയത്തിലെത്തി 13-ന് മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റാർലൈനറിലുണ്ടായ സാങ്കേതിക തകരാർ എല്ലാം മാറ്റിമറിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിന് പുറപ്പെട്ടവർ 400 കിലോമീറ്ററിന് മുകളിൽ കുടുങ്ങിക്കിടന്നത് 8 മാസത്തിലേറെ. നീണ്ടുപോകുന്ന തിരിച്ചുവരവിനുള്ള ദൗത്യത്തിനിടെ ശരീരം ഏറെ ക്ഷീണിച്ചെങ്കിലും മനസ്സിനെ പാകപ്പെടുത്തി ശക്തിപ്പെടുത്തി ലോകത്തിന് മാതൃകയാവുകയാണ്, അല്ലെങ്കിൽ പ്രത്യാശ നൽകുകയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിതയാണ് സുനിത വില്യംസ്. ആ ധീര വനിതയുടെ ജീവിതകഥയാണ് ഞാനിവിടെ ചുരുക്കി പറയാൻ പോകുന്നത്. യുഎസിലെ യൂക്ലിഡിൽ 1965 സെപ്റ്റംബർ 19 സുനിത ലിങ് ചാണ്ഡ്യ എന്ന സുനിത വില്യംസിന്റെ ജനനം. ഗുജറാത്തിൽ നിന്നുള്ള ഡോക്ടർ ദീപക് ചാണ്ഡ്യയുടെയും സ്ലൊവേനിയൻ വംശജ ഉർസുലിൻ ബോണിയുടെയും 3 മക്കളിൽ ഏറ്റവും ഇളയവൾ. അമേരിക്കയിലെ നീതം ഹൈസ്കൂളിൽ നിന്നായിരുന്നു സുനിത വില്യംസിന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. US നേവൽ അക്കാദമിയിൽ നിന്ന് ബിരുദവും ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 1987 മെയ്യിൽ US നാവികസേനയിൽ ചേർന്നു. 1992 ആൻഡോ ചുഴലിക്കാറ്റ് ദുരിതം വിതച്ചപ്പോൾ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചു സുനിത വില്യംസ്. 1993 US നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ പരിശീലനം. റോട്ടറിംഗ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ഡയറക്ടറേറ്റിൽ പ്രൊജക്ട് ഓഫീസറായി. 25 ഡിസംബറിൽ നേവൽ ടെസ്റ്റ് സ്കൂളിൽ സേഫ്റ്റി ഓഫീസറായി നിയമനം. അടുത്ത വർഷം നേവൽ ഏവിയേറ്റർ. ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്ത് ഹെലികോപ്റ്റർ പൈലറ്റായും സുനിത വില്യംസ് സേവനമനുഷ്ഠിച്ചു. 30 വ്യത്യസ്ത തരം വിമാനങ്ങളിൽ 3000-ലേറെ മണിക്കൂറിൽ ആകാശത്ത് സുനിത വില്യംസ് പറന്നു. 1998 നാസയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയിൽ സുനിത വില്യംസിനെ തിരഞ്ഞെടുത്തു. 2 വർഷത്തെ അതികഠിനമായ പരിശീലനത്തിന് ശേഷം നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായി സുനിത വില്യംസ് മാറി. സുനിത വില്യംസിനെ കുറിച്ചുള്ള വിവരണങ്ങൾ അവസാനിക്കുന്നില്ല. നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എൻ്റെ ഈ ട്രാവൽസ് ചങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ ആളുകളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും.